പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ ഓണവെയിൽ ചിങ്ങവെയിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ്. പക്ഷേ രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയിക്കേണ്ട ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വാർത്ത, ഒരു ദുഃഖവാർത്ത കോഴിക്കോട് നിന്ന് സംഭവിച്ചതാണ്. സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ വാർത്തയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം അറിയിക്കുന്നത്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ നടുക്കുന്ന ഒരു ക്രൂരത. മകൻ്റെ അടിയേറ്റ് പിതാവ് മരിച്ചു. 64 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. അടിച്ചത് മകൻ അഭിരാമിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യപാനമാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യപിച്ചെത്തിയ മകനുമായുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന്റെ കാരണം. സിനോജ് തോമസ് രാവിലെ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ്. സിനോജ്, ഓണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതിയതാണ്. പക്ഷേ കോഴിക്കോട് നിന്ന് വരുന്ന വാർത്ത ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ്. അതും അച്ഛനെ മകൻ അടിച്ചു കൊന്നു എന്ന വാർത്തയാണ്. എന്തിനാണ് അഭിരാം ഈ പണി ചെയ്തത്? സിനോജ്, ഗുഡ് മോർണിംഗ്. അനുകുമാർ, ഗുഡ് മോർണിംഗ്. പുലർച്ചെ 12:30-ക്കാണ് നാടിന് നടുക്കിയ കൊലപാതകം നടക്കുന്നത്. അഭിരാമിന് 28 വയസ്സാണ് പ്രായം. കൊല്ലപ്പെട്ട പിതാവിന് ശശിധരൻ നായർക്ക് 64 പ്രായം. അതായത് പോലീസ് പറയുന്നത് അഭിരാം മദ്യപിച്ച് നിരന്തരം വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നാണ് വീട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നലെ രാത്രി മദ്യപിച്ച് അഭിരാം വീട്ടിലെത്തിയ ശേഷം വീട്ടുകാരുമായി വഴക്കിടുന്നു. ആ വഴക്കിനിടയിൽ കുടുംബനാഥൻ കൂടിയായ ശശിധരൻ നായർ ഇടപെടുന്നു. പക്ഷേ ശശിധരൻ നായരുമായിട്ട് മകൻ വാക്കേറ്റമുണ്ടാകുന്നു, കയ്യാങ്കളിലേക്ക് പോകുന്നു. ഇതിനിടയിൽ മകൻ അഭിരാം പിതാവിനെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. അങ്ങനെ കുഴഞ്ഞു വീണ ശശിധരൻ നായരെ വീട്ടുകാർ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത്, അവിടെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വിവരമറിഞ്ഞ മെഡിക്കൽ കോളേജ് പോലീസ് വീട്ടിലെത്തി തന്നെയാണ് അഭിരാമിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അഭിരാം ഇപ്പോഴും മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനു മുൻപും പലതവണ വീട്ടിൽ സമാനമായ രീതിയിൽ അഭിരാം മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ശശിധരൻ നായരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിച്ച് വരികയാണ്. അരുകുമാർ, ശരി, താങ്ക് യു. സിനോജാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുന്നത്. എന്താല്ലേ, മനുഷ്യരുടെ ബന്ധങ്ങളൊക്കെ എത്രമാത്രം അറ്റുപോകുന്നു. സാധാരണ ചിലരൊക്കെ പറയും ഈ ഉത്സവാഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ആഡംബരമല്ലേ? അല്ല, ബന്ധങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ചേർക്കാനുള്ള അല്ലെങ്കിൽ ഇണക്കി ചേർക്കാനുള്ള അവസരങ്ങളായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പലപ്പോഴും ഈ വീടുകളിൽ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിതാക്കളെ കാണാൻ വേണ്ടിയിട്ട് കുടവകളുമായിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിച്ച് എത്തുന്ന മക്കൾ, അതൊക്കെ സുന്ദരമായ കാഴ്ചയാണ്. അതിനിടയ്ക്കാണ് ഈ മദ്യപാനം, ലഹരി തുടങ്ങിയ വിപത്തുകൾ വന്ന് ഈ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെയും മദ്യപാനമാണ് കാരണം. നമ്മൾ വെഞ്ഞാറമൂട് കണ്ടില്ലേ, അവിടെ പണവും മയക്കുമരുന്നുമായിരുന്നു കാരണം. അതുകൊണ്ട് ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് പോയി അവസാനിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടായിരിക്കും.